നമ്മളൊരുപാട് മീൻ കിട്ടുന്ന നല്ല നല്ല വീഡിയോ യൂട്യൂബിൽ കാണുന്ന ആളുകളാണ്. പല പല ഹൈ ലെവലിലുള്ള വീഡിയോകളും കാണാറുണ്ട്. എല്ലാത്തിലും നല്ലോണം മീനും വലിയ മീനും കിട്ടുന്ന ഒരുപാട് വീഡിയോസ് കാണുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ അതിൽ നമ്മൾ മീൻ കിട്ടാതിരിക്കുന്ന, മീൻ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് മീനൊന്നും കാണാതെ നമുക്ക് ഒന്നും കിട്ടാതിരിക്കുന്ന ആളുകളെ പറ്റി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഈ വീഡിയോയിൽ കാണുന്നത് സത്യത്തിൽ അങ്ങനെയാണ്. കോഴിക്കോട് ബീച്ചിൽ കുറേ നാളുകളായിട്ട് മീനിന് വേണ്ടി വല വീയാൻ വന്നിരിക്കും. മീൻ ഒറ്റയൊന്നും അവർക്ക് കാണാൻ കഴിയില്ല. ഒന്നാമത് കടൽ ശക്തമായതുകൊണ്ട് മീനിനെ കണ്ടാലേ അവർ വീയാൻ നിൽക്കുള്ളൂ. ഒരു മീനിനെയും കാണാതെ എത്രയോ ദിവസങ്ങൾ തിരിച്ചു പോവുക ചെയ്യരുത്. അപ്പം ഞാനധികം അവിടെ പോകുന്നത് കൊണ്ടും അവരെ അറിയുന്നത് കൊണ്ടും ഇവരെൻ്റെ സുഹൃത്തുക്കളാണ്. ഇരിക്കുന്ന ധനേഷ് ചേട്ടനൊക്കെ എൻ്റെ സുഹൃത്താണ്. അപ്പം അവർ ഈ ദയനീയമായിട്ട് ശരിക്കും മീനിനൊന്നും കിട്ടാതെ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഞാൻ അവരറിയാതെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണിത്. അപ്പോൾ അവർ മീന് പോണതും വല വീതിയിട്ട് കിട്ടാതെ പോകുന്നതും അങ്ങനെയൊക്കെയുള്ള കഥകളാണ് അവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഒരു വീഡിയോക്കുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല. പക്ഷേ അവരെ ആ മീൻ കിട്ടാതിരിക്കുന്ന അവരെ ഒരു വിഷമം ഞാൻ കണ്ട് മനസ്സിലാക്കിയപ്പോൾ ഞാനതിങ്ങനെ ഷൂട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പ്രത്യേകിച്ച് വലിയൊരു വീഡിയോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഇത് കാണുന്നവരൊരു നെഗറ്റീവായിട്ട് കാണരുത്. അപ്പോൾ ഇവരൊരവസ്ഥ ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. മീനിന് വേണ്ടി ശ്രമം നടത്തിയിട്ട് അത് പരാജയപ്പെട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ആളുകളാണ്. അപ്പോൾ അവരെ ഒന്ന് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ധനേശേട്ടൻ ഒരു വല എടുത്ത് വീശാനുള്ളൊരു പരിപാടിയിലാണ്. പുള്ളിക്കാരൻ വല നെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചോദിച്ച് എനിക്കൊന്ന് വല വീയാൻ പഠിപ്പിച്ചു തരുമോ? അപ്പോൾ അതിന് പുള്ളി തയ്യാറാണ്. വല വാങ്ങിച്ചു കൊടുത്താൽ പുള്ളി വീയാൻ പഠിപ്പിച്ചു തരും. ഇത് കോയക്കാണ്. എല്ലാ ദിവസവും കോഴിക്കോട് ബീച്ചിൽ ഒരു സ്റ്റൂളായിട്ട് വന്നിരുന്ന് മീനിനെ നോക്കി വീയാൻ വരുന്നൊരു പാവം മനുഷ്യനാണ്. കാലിന് സുഖമില്ലെങ്കിലും എന്നാലും വരും ബീച്ചിൽ, എല്ലാ ദിവസവും വരും. പക്ഷേ ഇദ്ദേഹത്തിനും മീൻ കിട്ടിയിട്ട് കുറേ ദിവസങ്ങളായി. എന്നിരുന്നാലും ഒരു മടുപ്പൊന്നുമില്ലാതെ എല്ലാ ദിവസവും കടപ്പുറത്ത് വരും. ഞാനിവരെ ഷൂട്ടൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വീഡിയോ പോകുന്നത്. അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. ഓടി കെട്ടി കിടന്നിരുന്നു.